എന്തായാലും എന്താണ് ഇനി ഇക്കാര്യത്തിൽ അഭിപ്രായം എന്ന് നോക്കാം. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. ഇന്ന് 5-ാം തീയതി മേയർ രാജിവെച്ചില്ലെങ്കിൽ CPIയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെക്കുക എന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി അവിടെ എടുത്ത തീരുമാനമാണ്. ഇന്ന് 4:55 വന്ന് രാജിക്കത്ത് കൊടുക്കണമെന്ന്. 5-ാം തീയതി രാജിവെക്കുമെന്നാണ് ഞങ്ങളുടെ പാർട്ടിക്ക് നൽകിയിരുന്ന നിർദ്ദേശം. അത് നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് CPIയുടെ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിൽ അംഗങ്ങളുടെ യോഗവും അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനമാണ് ഇത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സഖാവ് സജീവ് സോമനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സവിതാദേവിയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ കൊല്ലം മധുവും രാജിവെക്കുവാൻ തീരുമാനിച്ചത്. ആ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. അതെ, അത് ധനകാര്യ കമ്മിറ്റി ചെയർമാനാണ് ഡെപ്യൂട്ടി മേയർ. അപ്പോൾ ആ സ്ഥാനത്തു നിന്നാണ്, അതെ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തു നിന്നാണ് രാജിവെച്ചത്. അല്ല, അതൊക്കെ അത് പാർട്ടി നേതൃത്വമായിട്ട് സംസാരിക്കുക. അതെ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് കൗൺസിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമായിരിക്കും തുടർന്നും ഉണ്ടാകുന്നത്. അതിനകത്തൊക്കെ CPI കൗൺസിലർമാർ ശക്തമായി ഇടപെടും. ഇടതുപക്ഷ ഐക്യത്തോടു കൂടി തന്നെ പോകും. അല്ല, അതൊക്കെ പാർട്ടി നേതൃത്വമായിട്ട് സംസാരിക്കുക. അല്ലാതെ അത് പാർട്ടി നേതൃത്വമായിട്ട് സംസാരിക്കുക. പാർട്ടി ജില്ലാ ചുമതലക്കാരനും ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരുമായിട്ട് ചേർന്ന് യോഗം ചേർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പറഞ്ഞു അധികാരത്തിലിരിക്കുന്ന സ്ഥാനങ്ങൾ രാജിവെക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അധികാര സ്ഥാനങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. തുടർന്നുള്ള നടപടി പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് നടക്കും. പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് CPIയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം, ജില്ലാ കൌൺസിലിന്റെ തീരുമാനപ്രകാരമാണ് രാജി എന്നുള്ള കാര്യമാണ് CPIയുടെ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ രാജിക്ക് ശേഷം ഇപ്പോൾ CPIയുടെ കൌൺസിലർമാർ അത് ഇപ്പോൾ നഗരസഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. എന്തായാലും രാജി പ്രഖ്യാപനം അത് ആലോചിച്ചുറപ്പിച്ചതാണ്, നേരത്തെ എടുത്ത തീരുമാനമാണ്. ഇക്കാര്യത്തിൽ ഈ ചെയർമാൻഷിപ്പ് അടക്കം രാജിവെക്കാതെ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തുനിന്ന് പ്രസന്ന ഏണസ്റ്റ് തുടരുന്നത് അത് വലിയ പ്രതിഷേധം CPIക്കുള്ളിലുണ്ട്. എന്തായാലും അവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഗരസഭാ കൌൺസിലിൽ പങ്കെടുക്കും. തങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കൊപ്പമായിരിക്കും. തങ്ങളുടെ പ്രശ്നം ഈ ചെയർമാൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ധാരണപ്രകാരമുള്ള ആ പ്രഖ്യാപനം നേരത്തെ തന്നെ ഉണ്ടായതാണ്. ധാരണപ്രകാരം കാര്യങ്ങൾ നടത്തിയിട്ടും അതിൽ രാജി ഉണ്ടാകാത്തതിൽ, അത് മേയർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തങ്ങളുടെ സ്ഥാനങ്ങൾ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ CPIയുടെ നടപടി, അത് CPI എടുത്ത നിലപാട് അത് CPM-നെ കൂടി പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആ ജില്ലയിലെ ഇടതുപക്ഷ മുന്നണിക്കുള്ളിലെ ഇടതുമുന്നണിക്കുള്ളിലെ ബന്ധത്തെ പോലും വഷളാക്കുന്നതാണ്. വലിയ തോതിൽ അത് സംസ്ഥാനത്ത് ചർച്ചയാകുന്നതാണ്. കാരണം അത് നേരത്തെ സംസ്ഥാന സെക്രട്ടറിമാരെടുത്തൊരു തീരുമാനം, അത് ഒരു ജില്ലാ കമ്മിറ്റി അട്ടിമറിച്ചെങ്കിൽ സ്വാഭാവികമായി അത് പരിശോധിക്കണമെന്ന ആവശ്യം കൂടി ജില്ലാ നേതൃത്വത്തിന് നിലവിലുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം, അത് സമീപകാലത്തൊന്നും കൊല്ലത്ത് കാണാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ CPIയുടെ ഭാഗത്തുണ്ടായത്. അല്ലെങ്കിൽ അത്തരം നടപടിയാണ് CPIയുടെ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അവർ ഒരു ചെയർമാൻഷിപ്പ് അടക്കം രാജിവെച്ചുകൊണ്ട്, അത് സ്റ്റാൻഡിംഗ് കൌൺസിൽ ചെയർമാൻഷിപ്പ് അടക്കം രാജിവെച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം അത് സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതല്ല. അതൊരു മുന്നണി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അത് സ്വാഭാവികമായും ഇടതുമുന്നണിക്കുള്ളിൽ അത് എത്രത്തോളം അത് ചർച്ചയ്ക്ക് വിധേയമാക്കും എന്നുള്ള കാര്യമടക്കം ഇനി വരും ദിവസങ്ങളിലായിരിക്കും നമ്മൾ കാണാൻ പോകുക. എന്തായാലും ഇടതുമുന്നണി യോഗം ചേരാനിരിക്കെയാണ് കൊല്ലത്ത് ഇത്തരമൊരു തീരുമാനം CPI എടുത്തത്. അത് സ്വാഭാവികമായും വലിയ തോതിൽ ചർച്ചയ്ക്ക് ഇട നൽകും. വലിയ തോതിൽ ഈ സംസ്ഥാന സെക്രട്ടറിമാരടക്കം തീരുമാനിച്ചൊരു വിഷയത്തിൽ ഒരു ഏകപക്ഷീയമായ നിലപാടാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി എടുത്തതെങ്കിൽ അതിന് സ്വാഭാവികമായി മറുപടി അവർക്ക് കൂടി പറയേണ്ടി വരും. അങ്ങനെ മുന്നണിയുടെ അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം CPI രാജിവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനം, അത് 3 സ്റ്റാൻഡിംഗ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനമാണ്. 4 പേര് ഇല്ല, 3 പേർ തന്നെയാണുള്ളത്. നേരത്തെ മുൻ ധാരണ പ്രകാരം മേയർ രാജിവെക്കുന്നു CPIM-ൽ നിന്ന്, ഡെപ്യൂട്ടി മേയർ CPI-യിൽ നിന്നും രാജിവെക്കും. പക്ഷേ പറഞ്ഞ പ്രകാരമുള്ള വാക്ക് പാലിച്ചില്ല CPIM. CPI പ്രതിഷേധ സൂചകമായി രാജിവെച്ചിരിക്കുന്നു. ഏതായാലും LDF-ൽ അത് വലിയ പടലപ്പിണക്കത്തിനും വിവാദങ്ങൾക്കും ഒക്കെ കാരണമാകുമെന്നുള്ളത് വരും മണിക്കൂറുകളിലൊക്കെ തന്നെ നമുക്ക് കാണാം. സംസ്ഥാന നേതൃത്വം പറഞ്ഞത് എന്തുകൊണ്ട് ജില്ലാ നേതൃത്വം അംഗീകരിച്ചില്ല എന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. പാർട്ടിക്ക് അത് തലവേദനയാവുകയാണ്. എന്തായാലും രാജിയിൽ കൂടുതൽ പ്രതികരണങ്ങളടക്കം വരാനുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കാം. നഗരസഭയുടെ ഭാവി ഇനി എന്താകും? ഈ പറയുന്ന പോലെ കൗൺസിൽ യോഗത്തിലൊക്കെ പങ്കെടുക്കുമെന്ന് പറയുമ്പോഴും ഈ സ്ഥാനങ്ങളിലൊക്കെയുള്ള എങ്ങനെയായിരിക്കും അടുത്ത തീരുമാനമെന്നും അറിയണമല്ലോ. അതുപോലെ CPI അവഗണിക്കുന്നു, അതോടൊപ്പം തന്നെ മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നുള്ള ആരോപണവുമുണ്ട്.